കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയുടെ പ്രതിഷേധത്തെ തുടർന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് കൈമാറി. തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് റിപ്പോർട്ട് അധികൃതർ പിടിച്ചുവെന്നും കുറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് ഇതെന്നും അതിജീവിത ആരോപിച്ചു. ഇന്ന് ഞാൻ ആരോഗ്യമന്ത്രിന്റെ അടുത്ത് പോയപ്പം അവർ പറഞ്ഞു, റിപ്പോർട്ട് നിങ്ങൾക്ക് തരാം, പബ്ലിക്കാണത്, റിപ്പോർട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ തരാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം, ഞങ്ങൾ അയച്ചു തരാം, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാൻ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും, ഞാൻ കിട്ടിയിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ അവർ എന്നാലും എന്നെ ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് അവർ റിപ്പോർട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഇതിൽ എന്തൊക്കെ നമുക്ക് പാകപ്പിഴ വന്നത് എന്നുള്ളത് മനസ്സിലായത്. അവരുടെ അന്വേഷണത്തിൽ ഇവർ 5 പേരെ എന്നെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ കേസ് അതിന്റെ അന്വേഷണത്തിനാണ് വന്നത്. അപ്പോൾ ഈ 5 പേരെ രക്ഷപ്പെടുത്താനായിട്ട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് തന്നെ സുമതി എന്നാണ് നേഴ്സ് തെറ്റായ ഒരു മൊഴി കൊടുത്ത് അത് അവരെ 5 പേരെ സംരക്ഷിക്കാനുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, ആ റിപ്പോർട്ടിൽ ഉള്ളത്.